WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞു, അല്ലെ DSM-5 ഇന്നതുണ്ട്, അല്ലെങ്കിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇവിടെ എല്ലാവർക്കും മാനസികമായ പ്രശ്നങ്ങളാണെന്ന് നമ്മൾ സ്ഥാപിച്ചു നിർത്തിയിരിക്കുന്നത്. മാനസിക പ്രശ്നങ്ങളില്ല എന്നില്ല, പക്ഷേ പ്രശ്നം പലപ്പോഴും നമ്മുടെ ശാരീരികമാണ്. അതായത് ഇപ്പോൾ സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓവർ സ്റ്റിമുലേഷൻസ് ഉണ്ടല്ലോ, അത് മുഖേന നമ്മുടെ ബ്രെയിനിൻ്റെ റീവയറിങ് തെറ്റിപ്പോവാം, നമ്മുടെ നെർവസ് സിസ്റ്റം ഡിസ്റെഗുലേറ്റഡ് ആകാം, അപ്പോൾ നമ്മൾ ക്ലാരിറ്റി കുറയുക, കൺഫ്യൂഷൻസ് ഉണ്ടാകുക. ഇതൊക്കെയാണ് പ്രധാനമായും നമ്മുടെ എല്ലാവരുടെയും അസ്വസ്ഥതകൾക്ക് കാരണം. ഇത് സയൻസാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നല്ല മനസ്സുള്ള മനുഷ്യർക്കല്ലേ പലപ്പോഴും ചിത്തരോഗവും ആത്മഹത്യയും ഒക്കെ കേൾക്കുന്നത്. കഠിന മനസ്സുള്ളവർ എല്ലാവരും ചവിട്ടി മരിച്ച് കടന്നു പോകുന്നതായിട്ട്. അങ്ങനെയെങ്കിൽ മനസ്ഥിതി മാറ്റിയാൽ എല്ലാം മാറും എന്ന് പറയുന്ന മോട്ടിവേഷനിലേക്കാണ് അർത്ഥമുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ബോഡി ഫോക്കസ്ഡ് ആവണം. നമ്മുടെ ശരീരം നമ്മളോട് സംസാരിക്കുന്ന ഭാഷ മനസ്സിലാക്കുന്നത് അത്രത്തോളം ശ്രദ്ധ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം. വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെഷീനാണിത്. നമ്മുടെ മുഖത്തൊരു പാട് വന്നാൽ നമ്മൾ ശ്രദ്ധിക്കും, മുടിയൊന്ന് നരച്ചാൽ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന $1 മില്യൺ വില കൊടുത്താൽ മാറ്റിവെക്കാൻ പറ്റാത്ത വൈറ്റൽ ഓർഗൻസ് ഒക്കെ ഉണ്ടല്ലോ, പണി മുടക്കുമ്പോഴല്ലേ നമ്മൾ അറിയുന്നത്. അടിസ്ഥാനപരമായി നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകുന്നിടത്ത് നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അങ്കലാപ്പുകളെ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ മാറിയ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് മാറ്റം വരുത്തി അതിനോട് യോജിച്ച് ജീവിച്ചു പോകാം എന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നമ്മുടെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ പലയിടത്തു നിന്നായിട്ട് കിട്ടും. ആ ഉത്തരത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പുതിയ ചോദ്യങ്ങൾ ഉണ്ടാകും. നമ്മളൊന്നും ചോദിക്കാതെ ഇരിക്കുന്നിടത്തോളം പുതിയ കണ്ടെത്തലുകളും നമ്മൾ നടത്തുന്നില്ല. പഴയ ഒരു താഴ് പുതിയ താക്കോലിട്ട് തുറക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു താഴുണ്ടെങ്കിൽ അതിനൊരു താക്കോൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം ഈ യൂണിവേഴ്സിലുണ്ട്. അത് നമുക്ക് കണ്ടെത്തണമെങ്കിൽ നമ്മളിൽ ക്യൂരിയോസിറ്റി ഉണ്ടാവണം, മെച്ചപ്പെടാനുള്ള ക്യൂരിയോസിറ്റി. മുന്നിലുള്ളത് നല്ല കാലമാണെന്ന് പ്രതീക്ഷിക്കാനുള്ള ധൈര്യം. ഇത്രയും മനോഹരമായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കിക്കാൻ. നമ്മൾ ഓണത്തെക്കുറിച്ചൊക്കെ പാടിയ പാട്ടില്ലേ, മാവേലി നാട് വാണിരുന്ന കാലം എന്ന് പറയും. എനിക്ക് തോന്നുന്നത് ആ കാലം ഇതാണ്. എല്ലാം നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു കാലം. പക്ഷെ നമ്മുടെ കയ്യിൽ വരുന്നതിനെ മിതമായി ബുദ്ധിപൂർവം ഉപയോഗിക്കുക. അത് കിട്ടുന്ന ഇൻഫോർമേഷൻ ആയാലും ടെക്നോളജി ആയാലും നമ്മുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് വേണ്ടത് സന്തുലിതാവസ്ഥയാണ്. ആ സന്തുലിതാവസ്ഥ ആദ്യം നമ്മുടെ ശരീരത്തിൽ നമുക്കുണ്ടാകണം, പിന്നെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. ഈ സന്തുലിതാവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 2025 വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ജീവിതത്തിലേക്ക് നമുക്കും നമ്മളോട് ഇടപെടുന്നവർക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും എല്ലാം സാധിക്കട്ടെ.